എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ ഭഗവത്ഗീത കേൾക്കുന്നു, ഉപനിഷത്തുക്കൾ വായിക്കുന്നു, നിരവധി പേർ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ വേദാന്തം മനസ്സിലാക്കുന്നവർ വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം വേദാന്തത്തിന് അതിൻ്റെതായ വ്യത്യസ്തമായ ഒരു പഠന രീതിയുണ്ട്, വ്യത്യസ്തമായ ഒരു പാഠ്യക്രമം ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേദാന്തത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ അടിസ്ഥാനം വ്യക്തമായാൽ നമ്മൾ പഠിക്കുന്ന ഓരോ വേദാന്ത വിഷയവും വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വേദാന്തത്തിന്റെ സിലബസ്, പഠന സിലബസ്, പ്രസ്ഥാനത്രയം, അതുപോലെ വേദാന്തത്തിന്റെ പരമ്പരാഗതമായ പഠന രീതി, ശ്രവണം, മനനം, നിധിധ്യാസനം, അവസാനമായി ഒരു ആത്മീയ യാത്രയ്ക്ക് അനിവാര്യമായ 3 ഘടകങ്ങൾ, ഗുരു, ശാസ്ത്രം, അധികാരിത്വം എന്നിവയെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. വേദങ്ങൾ, വേദാന്തം, മഹാവാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. കഴിഞ്ഞ 4 വീഡിയോകളിലായി വേദത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളും വേദത്തിൽ നിന്ന് വേദാന്തത്തിലേക്ക് എത്തിയ വഴിയെക്കുറിച്ചും സംസാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ വേദാന്തത്തിന്റെ 9 അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേദാന്തത്തിന്റെ പഠന സിലബസ്, ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ സിലബസ് ഒന്ന് പരിചയപ്പെടാം. വേദാന്തം ഒരു പുസ്തകത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള ദർശനമല്ല. അതിന്റെ ആധികാരികത 3 പ്രധാന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത്. ഇവയെയാണ് പ്രസ്ഥാനത്രയം എന്ന് വിളിക്കുന്നത്. ത്രയം എന്ന വാക്കിന്റെ അർത്ഥം 3 എന്നാണ്. ആദ്യത്തേത് ശ്രുതി പ്രസ്ഥാനം, അതാണ് ഉപനിഷത്തുക്കൾ. ഇവയാണ് വേദങ്ങളുടെ പരമോന്നത ഭാഗം. ആത്മജ്ഞാനത്തിന്റെ ഉറവിടമാണ് ഉപനിഷത്തുക്കൾ. അടുത്തത് ന്യായ പ്രസ്ഥാനം, ഇതിനെ സൂത്ര പ്രസ്ഥാനം എന്നും പറയാറുണ്ട്. അതാണ് ബ്രഹ്മസൂത്രം. ഉപനിഷത്തിലെ ജ്ഞാനത്തെ ലോജിക്കലായി വ്യാഖ്യാനിക്കുന്നതാണ് ബ്രഹ്മസൂത്രം. എന്നാൽ ഇത് രണ്ടും ഒരു സാധാരണ മനസ്സിനെ ഗ്രഹിക്കാൻ വളരെയധികം വിഷമമാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കളുടെ സാരാംശം സാധാരണ മനുഷ്യന് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ 3 ഗ്രന്ഥങ്ങൾ ചേരുമ്പോൾ വേദാന്തത്തിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് ഇവ ഓരോന്നിനെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഉപനിഷത്തുക്കളെ പരിചയപ്പെടാം. ഉപനിഷത്ത് എന്ന വാക്ക് 3 സംസ്കൃത പദങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഉപ, നി, ഷത്. ഉപ എന്നാൽ അടുത്ത് എന്നാണ് അർത്ഥം. നീ എന്നാൽ വിനയത്തോടെ എന്നാണ് അർത്ഥം. ഷത് എന്നാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഉപനിഷത്ത് എന്നാൽ ഗുരുവിന്റെ അടുത്ത് വിനയത്തോടെ ഇരുന്ന് ആത്മജ്ഞാനം സ്വീകരിക്കുക എന്നാണ്. ഉപനിഷത്തുക്കളുടെ കൃത്യമായ എണ്ണത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. പലരും പല നമ്പേഴ്സും പറയുന്നുണ്ട്. എന്നാൽ 108 ഉപനിഷത്തുക്കൾ ആധികാരികമായി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഇവയിൽ 10 ഉപനിഷത്തുക്കളെ മുഖ്യ ഉപനിഷത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ശങ്കരാചാര്യർ ഈ 10 ഉപനിഷത്തുക്കൾക്കും ഭാഷ്യം രചിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഈശാവാസ്യം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐത്തരേയം, ചാന്തോക്യം, ബൃഹദാരണ്യകം. വേദാന്തത്തിലെ എല്ലാ പ്രധാന ഉപദേശങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് ഈ 10 ഉപനിഷത്തുക്കളാണ്. ഇനി നമുക്ക് ബ്രഹ്മസൂത്രം എന്താണെന്ന് നോക്കാം. ഉപനിഷത്തുക്കൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഉപനിഷത്തുക്കൾ പല ഭാഗങ്ങളായി വേദത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു. 2, ഉപനിഷത്തുക്കൾ എന്നത് പല കാലഘട്ടങ്ങളിലായി വന്നിട്ടുള്ള ഉപദേശങ്ങളാണ്. മാത്രവുമല്ല, ഉപനിഷത്തുക്കൾ പല സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരേ വാക്യം പല രീതിയിൽ പല വസ്തുതയിൽ പറയുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വ്യാസ മഹർഷി ഉപനിഷത്തുക്കളെ ക്രമീകരിച്ചിരിക്കുന്നു. അതാണ് ബ്രഹ്മസൂത്രം. സൂത്രം എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതിനെ വളരെ ചെറിയ വാക്യത്തിൽ ഒതുക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഉപനിഷത്തിലെ സാരാംശങ്ങളെ 555 സൂത്രങ്ങളായി ഭഗവാൻ വ്യാസ മഹർഷി ക്രോഡീകരിച്ചു. 4 പ്രധാന പാഠങ്ങളിലാണ് അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബ്രഹ്മസൂത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉപനിഷത്തിലെ ഉപദേശങ്ങളെ യുക്തിപരമായി സ്ഥാപിക്കുക എന്നതാണ്. കാരണം പല തരത്തിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കാറുണ്ട്.
അതുകൊണ്ട് ഉപനിഷത്തുക്കൾ നഷ്ടപ്പെട്ടാലും അതിന്റെ സാരാംശം നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയാണ് അതിനെ സൂത്രവാക്യത്തിൽ ക്രോഡീകരിച്ചു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തെ പരിചയപ്പെടാം. വേദാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണിത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. സത്യത്തിൽ ഭഗവത്ഗീത എന്നത് തനിയായ ഒരു ഗ്രന്ഥമല്ല, മറിച്ച് മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. മഹാഭാരതം എന്നത് ഏകദേശം 1,00,000-ലധികം ശ്ലോകങ്ങൾ വരുന്ന ഒരു മഹാഗ്രന്ഥമാണ്. അതിൽ നിന്ന് 700 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം അല്ലെങ്കിൽ വേർതിരിച്ച് പഠിക്കുന്നു. ഇതാണ് ഭഗവത്ഗീത. എന്തുകൊണ്ട് ഭഗവത്ഗീത പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായി എന്ന് ചോദിച്ചാൽ ഉപനിഷത്തുകളുടെ സാരാംശങ്ങൾ വളരെ ലളിതമായി പറയുന്നത് കൊണ്ടാണ്. ഉപനിഷത്ത് സത്യത്തെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഭഗവത്ഗീത പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ഭഗവത്ഗീതയെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അപ്പോൾ നമ്മൾ വേദാന്തത്തിന്റെ പ്രസ്ഥാനത്രയങ്ങളെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേദാന്തത്തിന്റെ വ്യത്യസ്തമായ പഠന രീതിയാണ്. എന്തുകൊണ്ട് വേദാന്തം നമുക്ക് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നു? അതിനുള്ള ഉത്തരവും നമുക്ക് കണ്ടെത്താം. എന്നാൽ അതിനു മുമ്പ് വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു പഠനവും ആരംഭിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു യോഗ്യത ഉണ്ട്. വേദാന്തം ശ്രദ്ധ എന്നാണ് പറയുന്നത്. നമുക്ക് ശ്രദ്ധ എന്താണെന്ന് മനസ്സിലാക്കാം. ശ്രദ്ധ എന്ന വാക്കിന്റെ മലയാള അർത്ഥം ഫോക്കസ്, ഗൗനിക്കുക, കോൺസെൻട്രേഷൻ, അങ്ങനെയെല്ലാമാണ് ഉള്ളത്. എന്നാൽ സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം വിശ്വസിക്കുക എന്നാണ്. ട്രസ്റ്റ്, ഫെയ്ത്ത് എന്നാണ് അർത്ഥം. വേദാന്തം ശ്രദ്ധയ്ക്ക് നൽകുന്ന ഡെഫിനിഷൻ ഇതാണ്: ശ്രദ്ധ ഗുരുപതിഷ്ഠ വേദാന്ത വാക്യേഷു വിശ്വാസം. അതായത് ഗുരുവിന്റെ വാക്കിലും വേദാന്തത്തിലെ സത്യങ്ങളിലുമുള്ള നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഒരു പുതിയ വിഷയം പഠിക്കാൻ പോകുകയാണ്. എന്നാൽ ആ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറിലോ ആ വിഷയം പറയുന്ന പുസ്തകത്തിലോ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായും നിങ്ങൾക്കത് പൂർണ്ണമായി പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഗുരുവിലും ശാസ്ത്രങ്ങളിലും ഒരു വിശ്വാസം വേണം. എന്നാൽ ഈ വിശ്വാസത്തിന് വേറൊരു അപകടമുണ്ട്. എന്താണത്? അതാണ് അന്ധവിശ്വാസം. നിങ്ങൾ ഒരിക്കലും ഗുരുവിനെയും ശാസ്ത്രത്തെയും അന്ധമായി വിശ്വസിക്കാനും പാടില്ല. അതും വളരെ വളരെ അപകടകരമാണ്. ഉദാഹരണത്തിന് വേദാന്തം പറയുന്നു നിങ്ങളുടെ സ്വരൂപം സച്ചിദാനന്ദ ആത്മാവ്, പ്യുവർ കോൺഷ്യസ്നസ് ആണെന്ന്. എന്നാൽ നിങ്ങൾ ഉടനെ ശരി, ഞാനത് വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. എന്തെന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അത് സത്യമാണെന്നോ അറിയാനോ ശ്രമിക്കുകയില്ല. എന്നാൽ വേദാന്തം പറയുന്ന ശ്രദ്ധ ഇത് രണ്ടുമല്ല. വിശ്വാസം ഇല്ലാത്ത അവസ്ഥയും അന്ധവിശ്വാസവുമല്ല. വേദാന്തം പറയുന്ന ശ്രദ്ധയാണ് ഇന്റലിജന്റ് ട്രസ്റ്റ്. അതായത് ആദ്യം വിശ്വാസത്തോടെ കേൾക്കാനും അതിനുശേഷം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇതാണ് ശ്രദ്ധ. എന്റെ ഗുരു ശ്രദ്ധയെ മനോഹരമായി നിർവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്: ശ്രദ്ധ ട്രസ്റ്റ് പെൻഡിങ് വെരിഫിക്കേഷൻ. അതായത് നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുരുവിലും അത് പറയുന്ന ഗ്രന്ഥത്തിലും വിശ്വാസമുണ്ട്. എന്നാൽ ആ സത്യത്തെ നിങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കി ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് ശ്രദ്ധ. ശ്രദ്ധയില്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മജ്ഞാനം ലഭിക്കില്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണിത്. ശ്ലോകം ഇതാണ്: ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ള ഒരാൾക്ക് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ ജ്ഞാനം എന്നത് ആത്മജ്ഞാനമാണ്, നിങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട യോഗ്യത ശ്രദ്ധയാണ്. പിന്നീട് എന്തു വേണം? തത്പര സംയതേന്ദ്രിയ എന്ന് പറയുന്നു. അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും കഴിയണം. ഇത് രണ്ടും ഉള്ള ഒരാൾക്ക്
എന്ത് ലഭിക്കും? ഈ ആത്മജ്ഞാനം ലഭിക്കുന്നു. ലഭിച്ചാൽ അയാൾക്ക് എന്താണ് കിട്ടുന്നത്? മൂന്നാമത്തെ വരി നോക്കൂ. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി. പരാം ശാന്തി എന്ന് പറയുന്നു, അതായത് സുപ്രീം പീസ്, അതായത് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും നേടിയ ഒരു അവസ്ഥയ്ക്കാണ് പരാം ശാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മജ്ഞാനം ലഭിച്ച ഒരാൾക്ക് പരാം ശാന്തിയും ലഭിക്കുന്നു. അത് എപ്പോൾ ലഭിക്കുമെന്നാണ് പറയുന്നത്? അവസാന വരിയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അചിരേണാദി ഗച്ഛതി, വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. ഈ ശ്ലോകത്തിന്റെ ചുരുക്കം ഇതാണ്: നിങ്ങൾക്ക് ശ്രദ്ധയും മനോനിയന്ത്രണവും ഉണ്ടെങ്കിൽ ആത്മജ്ഞാനം എളുപ്പത്തിൽ ലഭിക്കും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഈ യോഗ്യതകൾ നേടിയതിനു ശേഷമേ നിങ്ങൾക്ക് ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വളരെ ശ്രദ്ധയോടെ വേദാന്തത്തിന്റെ പഠന രീതി പരിചയപ്പെടാം. നമ്മൾ വേദാന്ത ഗ്രന്ഥങ്ങളെ പരിചയപ്പെട്ടു. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് വളരെ കുറച്ചു പേർക്ക് മാത്രം വേദാന്ത സത്യങ്ങളെ മനസ്സിലാകുന്നു? കാരണം വേദാന്തത്തിന്റെ പഠന രീതിയെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. വേദാന്തം എങ്ങനെ പഠിക്കണം? വേദാന്തത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അതാണ് ശ്രവണം, മനനം, നിധിധ്യാസനം. ആദ്യത്തേത് ശ്രവണം. ശ്രവണം എന്ന വാക്കിനെ കേൾക്കുക എന്നാണ് അർത്ഥം. യോഗ്യനായ ഒരു ഗുരുവിൽ നിന്ന് ശാസ്ത്രം കേൾക്കുക. രണ്ടാമത്തേത് മനനം. മനനം എന്നാൽ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക. അവസാനത്തേത് നിധിധ്യാസനം. ധ്യാനത്തിലൂടെ കേട്ട സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അനുഭവത്തിൽ കൊണ്ടുവരിക. ഇനി നമുക്ക് ഓരോന്നിനെയും കുറിച്ച് വിശദമായി നോക്കാം. ആദ്യത്തേത് ശ്രവണം. ശ്രവണം എന്ന വാക്കിന്റെ അർത്ഥം കേൾക്കുക എന്നതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ശ്രദ്ധ ഇവിടെ ആവശ്യമാണ്. വെറുതെ കേൾക്കലല്ല, മറിച്ച് ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ഒരു ഗുരുവിൽ നിന്ന് വേദാന്ത സത്യങ്ങളെ, ആത്മജ്ഞാനത്തെക്കുറിച്ച് കേൾക്കുക. പലരും വേദാന്ത ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത ഇതെല്ലാം ഒറ്റയ്ക്ക് വായിക്കാറുണ്ട്. വായിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിന്റെ പൂർണ്ണമായ അർത്ഥം കിട്ടണമെങ്കിൽ ഗുരുവിൽ നിന്ന് തന്നെ കേൾക്കണം. ഇന്നത്തെ കാലഘട്ടം ശ്രവണത്തിന് യോജിച്ചതാണ്. കാരണം ധാരാളം ഗുരുക്കന്മാരുടെ വീഡിയോകൾ നമുക്ക് യൂട്യൂബിലുണ്ട്. എന്നാൽ വേദാന്തത്തിൽ ശ്രവണത്തിനെ വേറൊരു രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥ ശ്രവണം എന്നാൽ കേൾക്കുക മാത്രമല്ല, ഒരു ആത്മീയ അന്വേഷണവും നമ്മൾ ആരംഭിക്കണം. ഇവിടെയാണ് ഭൂരിഭാഗം പേരും പരാജയപ്പെടുന്നത്. ഒരു ഗുരുവിന്റെ സഹായത്തോടെ ഒരു ആത്മീയ അന്വേഷണം, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ താല്പര്യം കാണിക്കണം. അതിനെ ആത്മവിചാരം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ശ്രവിച്ചത് കൊണ്ട് കാര്യമില്ല, മറിച്ച് ഒരു ആത്മീയ അന്വേഷണം ആരംഭിക്കുന്നതാണ് ശ്രവണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ശ്രവണത്തിന് ശേഷം വരുന്നതാണ് മനനം. ഇതാണ് ചിന്തയുടെ ഘട്ടം. നമ്മൾ കേട്ട കാര്യങ്ങളെ യുക്തിപൂർവം പരിശോധിക്കുക. മനനം നിങ്ങളിൽ തുടങ്ങിയെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എപ്പോഴാണോ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ നിങ്ങളിൽ സംശയം വരുന്നത്, അപ്പോൾ മനനം പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. നോക്കൂ, വേദാന്തം ഒരിക്കലും നിങ്ങളോട് ഒരു കാര്യവും വിശ്വസിക്കാൻ പറയുന്നില്ല, മറിച്ച് ചോദ്യം ചോദിക്കാനും സ്വയം മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നാണ് വേദാന്തം പറയുന്നത്. ശ്രവിച്ച സത്യങ്ങൾ മനനത്തിലൂടെ മാത്രമേ നമുക്ക് അത് ശരിക്കും ബോധ്യപ്പെടുകയുള്ളൂ. അവസാന ഘട്ടം നിധിധ്യാസനം. ബുദ്ധിയുടെ തലത്തിലുള്ള അറിവിനെ മനസ്സിന്റെ തലത്തിൽ, അതായത് നിങ്ങളുടെ അനുഭവത്തിന്റെ തലത്തിൽ കൊണ്ടുവരുന്നതാണ് നിധിധ്യാസനം. ഇതിനെ വേദാന്ത ധ്യാനം എന്നും പറയാറുണ്ട്. വേദാന്തത്തിൽ വിപരീത ഭാവന എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങൾ എത്രയോ വർഷങ്ങളായി ഞാൻ മനസ്സാണ്, ഞാൻ ശരീരമാണ് എന്ന ബോധത്തിൽ ജീവിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, മറിച്ച് കോൺഷ്യസ്നസ് ആണ്, അല്ലെങ്കിൽ സച്ചിദാനന്ദ ആത്മ ആണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. എന്നാൽ അനുഭവത്തിന്റെ തലത്തിൽ പഴയ ബോധം വീണ്ടും വരുന്നു. ഇതിനെയാണ് വിപരീത ഭാവന എന്ന് പറയുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ നിധിധ്യാസനം കൂടിയേ കഴിയൂ. നിധിധ്യാസനത്തിനെ കുറിച്ച് നമ്മൾ ധ്യാനം എന്ന വീഡിയോ സീരീസിൽ വ്യക്തമാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ വേദാന്തത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, പ്രസ്ഥാനത്രയം എന്താണെന്ന് മനസ്സിലാക്കി. ആ ഗ്രന്ഥങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന 3 രീതിയും കണ്ടു. ഇനി നോക്കാൻ പോകുന്നത് ഒരു ആത്മീയ യാത്രയ്ക്ക്, അതായത് ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ട 3 അടിസ്ഥാന കാര്യങ്ങളാണ്. വേദാന്തം നിർദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ. അതാണ് ഗുരു, ശാസ്ത്രം, അധികാരിത്വം. ആദ്യത്തേത് ഗുരു.
വേദാന്ത ശാസ്ത്രങ്ങളുടെ അർത്ഥം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ക്വാളിഫൈഡ് ടീച്ചറാണ് ഗുരു. രണ്ടാമത്തേത് ശാസ്ത്രങ്ങൾ, ശാസ്ത്ര പ്രമാണങ്ങൾ, ആത്മജ്ഞാനം നൽകുന്ന പ്രമാണങ്ങളാണ് ശാസ്ത്രങ്ങൾ. മൂന്നാമത്തേത് അധികാരിത്വം, നിങ്ങളുടെ യോഗ്യതയും തയ്യാറെടുപ്പും. ഈ മൂന്നെണ്ണത്തിൽ ഏത് ഒന്ന് കുറഞ്ഞാലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാം. എന്താണ് ഒരു ഗുരുവിന്റെ പ്രാധാന്യം? നിങ്ങൾ ഒരു പക്ഷേ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഒരുപാട് തവണ കേട്ടിരിക്കും. ആ സംസ്കൃത പദങ്ങൾ തന്നെ ഗുരു എന്ന വാക്കിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഗു രു എന്നീ രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്നതാണ് ഗുരു. ഗു എന്നാൽ ഡാർക്ക്നെസ്, അന്ധകാരം എന്നും, രു എന്നാൽ അത് നീക്കുന്നവൻ എന്നുമാണ് അർത്ഥം. ഇവിടെ അന്ധകാരം എന്നത് നമ്മുടെ അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അജ്ഞാനത്തെ നീക്കുന്ന പ്രകാശമാണ് ഗുരു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യഥാർത്ഥ ഗുരു നമുക്ക് ഒന്നും തരുന്നില്ല, മറിച്ച് നിങ്ങളിലുള്ള അജ്ഞാനത്തെ നീക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ തത്വമസി, നിങ്ങൾ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ അത് നമ്മൾക്ക് അറിയാതെ അജ്ഞാനം അതിനെ മൂടിയിരിക്കുന്നു. എന്നാൽ ഗുരു ആ അജ്ഞാനത്തെ നീക്കുന്നു. അപ്പോൾ ഗുരു നമ്മുടെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ്. ഒരു ഗുരുവും ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ടീച്ചർ നിങ്ങൾക്കൊരു പക്ഷേ വിവരങ്ങൾ തരുന്ന ഒരാളായിരിക്കാം. എ ടീച്ചർ വിൽ ഇൻഫോം യു, ബട്ട് എ ഗുരു വിൽ ട്രാൻസ്ഫോം യു. അടുത്തത് ശാസ്ത്രങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മൾ ഇവിടെ നേടാൻ പോകുന്നത് ആത്മജ്ഞാനമാണ്. നമ്മുടെ സ്വരൂപമായ ആത്മാവിനെ ഇന്ദ്രിയങ്ങളുടെ അറിയാൻ കഴിയില്ല, യുക്തി കൊണ്ട് കാണാനും കഴിയില്ല, ശാസ്ത്രീയ ഉപകരണങ്ങളുടെ സഹായത്തോടെയും കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതാണ് ശാസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് ശാസ്ത്ര പ്രമാണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിറം എന്നത് കാണണമെങ്കിൽ കണ്ണ് എന്ന പ്രമാണം ആവശ്യമാണ്. ഞാൻ പറയുന്ന ശബ്ദം കേൾക്കണമെങ്കിൽ ചെവി എന്ന പ്രമാണം ആവശ്യമാണ്. അതുപോലെ ആത്മാവിനെ മനസ്സിലാക്കി തരാൻ ശാസ്ത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്ര പ്രമാണം എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ സ്വരൂപത്തെ കാണിച്ചു തരാൻ ശാസ്ത്രങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, എല്ലാം കാണുന്ന നമ്മുടെ കണ്ണുകൾക്ക് സ്വയം കാണാൻ കഴിയില്ല, അതിന് ഒരു കണ്ണാടി ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സ്വരൂപത്തെ കാണാനും നമുക്ക് ഒരു കണ്ണാടി ആവശ്യമാണ്. ശാസ്ത്രങ്ങളില്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ അഭിപ്രായവും വിശ്വാസവും വ്യക്തിപരമായ അനുഭവം മാത്രം ആശ്രയിക്കുന്നു. അവസാനത്തേത് അധികാരിത്വം. അധികാരിത്വം എന്നാൽ വേദാന്തം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള യോഗ്യതയാണ് അധികാരിത്വം. വേദാന്തം ആർക്ക് വേണമെങ്കിലും പഠിക്കാം, മനസ്സിലാക്കാം. പക്ഷേ അതിൽ നിന്ന് പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് തയ്യാറാകണം. ഈ മാനസിക തയ്യാറെടുപ്പിനെ ആത്മീയ സാധനകൾ എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട 4 സാധനകൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെന്ന് വേദാന്തം പറയുന്നു. അതാണ് സാധന ചതുഷ്ടയം. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഒരു അധികാരിക്ക് വേദാന്തം നൽകുന്ന ഡെഫിനിഷൻ ഇതാണ്: സാധന ചതുഷ്ടയ സമ്പന്ന അധികാരി. ആർക്കാണോ സാധന ചതുഷ്ടയം ഉള്ളത് അദ്ദേഹം ഒരു അധികാരിയാണെന്ന് പറയുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. പ്രിയമുള്ളവരെ, വേദാന്തം എന്നത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായി അത് മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ ഒരു ഗുരുവിന്റെയും ശിഷ്യന്റെയും യോഗ്യതയെക്കുറിച്ച് വേദാന്തം എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തത്തിന്റെ അടിത്തറയായ പ്രസ്ഥാനത്രയം നമ്മൾ മനസ്സിലാക്കി. വേദാന്തത്തിന്റെ പരമ്പരാഗത പഠന രീതിയായ ശ്രവണ മനന നിധിധ്യാസവും നമ്മൾ മനസ്സിലാക്കി. ശ്രദ്ധ എന്ന വാക്കിന്റെ പ്രാധാന്യവും അതിന്റെ ശരിയായ അർത്ഥവും നമ്മൾ കണ്ടു. അവസാനമായി ഒരു ആത്മീയ യാത്രയ്ക്ക് അനിവാര്യമായ 3 ഘടകങ്ങൾ ഗുരു, ശാസ്ത്രം, അധികാരിത്വവും നമ്മൾ മനസ്സിലാക്കി. ഈ അടിത്തറ ശക്തമായാൽ വേദാന്ത പഠനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. തീർച്ചയാണത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ അന്വേഷണം ആരംഭിക്കണം എന്നുള്ളതാണ്. കാരണം ആ അന്വേഷണമാണ് നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.